എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ബ്രൂണോ യൂസ് ചെയ്ത് എങ്ങനെയാണ് HTTP മെത്തേഡായ ഗെറ്റ്, പുട്ട്, പാച്ച്, ഡിലീറ്റ് എന്നീ മെത്തേഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന API റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ആദ്യമായിട്ട് ഇന്ന് സെൻഡ് ചെയ്യാൻ പോകുന്ന ഗെറ്റ് റിക്വസ്റ്റ് ആണ്. സെൻഡ് ചെയ്യാൻ പോകുന്ന ഗെറ്റ് റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന റിക്വസ്റ്റ് സിംഗിൾ യൂസർ എന്നുള്ള HTTP മെത്തേഡായ ഗെറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഈ പർട്ടിക്കുലർ API ആണ്. ഇതാണ് അതിൻ്റെ എൻഡ് പോയിന്റ്. ഇനി നമുക്ക് ഒന്നെങ്കിൽ റിക്വസ്റ്റ് എന്ന കളക്ഷൻ നേരെയുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് ന്യൂ റിക്വസ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ റിക്വസ്റ്റ് ആഡ് ചെയ്യുക. അതല്ലാതെ ഈസി ആയിട്ട് ക്രിയേറ്റ് യൂസർ എന്നുള്ള ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ക്ലോൺ ചെയ്യാനുള്ള ഓപ്ഷൻ ബ്രൂണോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഈസി മെത്തേഡ്. ഞാൻ ആ മെത്തേഡ് യൂസ് ചെയ്യുവാണ്. ക്ലോൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം റിക്വസ്റ്റിന്റെ നെയിം ചേഞ്ച് ചെയ്യുന്നു, ഗെറ്റ് യൂസർ എന്നാക്കുന്നു. അതിനുശേഷം ക്ലോൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇനി ഗെറ്റ് യൂസർ എന്നുള്ള റിക്വസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം പോസ്റ്റ് എന്ന HTTP മെത്തേഡ് ചേഞ്ച് ചെയ്ത് ഗെറ്റ് ആക്കുന്നു. അതുപോലെ ബോഡിയിലെ പേലോഡ് ഞാൻ റിമൂവ് ചെയ്യുകയാണ്. ഈ പേലോഡ് വന്നത് ക്രിയേറ്റ് യൂസർ എന്ന റിക്വസ്റ്റ് ക്ലോൺ ചെയ്തുകൊണ്ടാണ്. ക്രിയേറ്റ് യൂസറിനകത്ത് പേലോഡ് പാസ് ചെയ്യുന്നുണ്ട്. അത് ക്ലോൺ ചെയ്തപ്പോൾ ഗെറ്റ് യൂസറിന്റെ കേസിലും വന്നു. അത് ഞാൻ റിമൂവ് ചെയ്തു. അതിനുശേഷം നമുക്കിനി APIയുടെ എൻഡ് പോയിന്റ് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതാണ് എൻഡ് പോയിന്റ്. അത് ഞാൻ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്യാൻ വേണ്ടി Ctrl+S എന്ന ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പർട്ടിക്കുലർ റിക്വസ്റ്റ് സെൻഡ് ചെയ്ത് നോക്കാം. സെൻഡ് ചെയ്യുമ്പോൾ 200 റെസ്പോൺസ് ആണ് വരേണ്ടത്. ഇതാണ് വരേണ്ട JSON റെസ്പോൺസ്. 200 എന്ന സ്റ്റാറ്റസ് കോഡ് ആണ് വരേണ്ടത്. ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. 200 എന്ന സ്റ്റാറ്റസ് കോഡ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ പ്രതീക്ഷിച്ച റെസ്പോൺസ് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ട പുട്ട് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന അപ്ഡേറ്റ് എന്ന ഈ പർട്ടിക്കുലർ API എൻഡ് പോയിന്റ് ആണ്. ഞാൻ ഈ ടാബ് ക്ലോസ് ചെയ്യുവാണ്. ഈ അപ്ഡേറ്റ് എന്നുള്ള ആ പർട്ടിക്കുലർ റിക്വസ്റ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ എൻഡ് പോയിന്റ് വേറെ ടാബിൽ ഓപ്പൺ ചെയ്തു. അപ്പോൾ പാസ് ചെയ്യേണ്ട പേലോഡ് ഇതാണ്. അതുപോലെ HTTP മെത്തേഡ് പുട്ടാണ്. 200 സ്റ്റാറ്റസ് കോഡ് വരണം. അതുപോലെ ഈ റെസ്പോൺസും വരണം. ഇത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഞാൻ ക്രിയേറ്റ് യൂസർ എന്ന API റിക്വസ്റ്റ് തന്നെ ക്ലോൺ ചെയ്യുന്നു. അതിനുശേഷം റിക്വസ്റ്റിന്റെ നെയിം അപ്ഡേറ്റ് യൂസർ എന്നാക്കുന്നു. അതിനുശേഷം ക്ലോൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം അപ്ഡേറ്റ് യൂസർ എന്ന റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. പോസ്റ്റ് എന്ന HTTP മെത്തേഡ് ചേഞ്ച് ചെയ്ത് പുട്ടാക്കുന്നു. അതുപോലെ ബോഡിയിൽ പേലോഡ് ചേഞ്ച് ചെയ്യുവാണ്. ഇതേ പേലോഡ് കൊടുത്താലും കറക്റ്റായിട്ട് വർക്കാവും. നമുക്ക് ഡോക്യുമെന്റേഷൻ കൊടുത്താക്കുന്ന പോലെ തന്നെ നോക്കാം. ഈ പേലോഡ് കോപ്പി ചെയ്യുന്നു. അതിനുശേഷം ബ്രൂണോയിൽ സേവ് ചെയ്യുന്നു. Ctrl+S ഷോർട്ട് കട്ട് യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് സെൻഡ് ചെയ്യാം. സെൻഡ് ചെയ്യുമ്പോൾ 200 സ്റ്റാറ്റസ് കോഡാണ് വരേണ്ടത്. അതുപോലെ ഇതേ റെസ്പോൺസ് വരുന്നുണ്ടോന്നും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണ്. ഓക്കെ, എൻഡ് പോയിന്റ് കറക്റ്റായിട്ട് കോപ്പി ചെയ്തില്ല. അതുകൊണ്ടാണ് ഇഷ്യൂ വന്നത്. നമുക്ക് ആ എൻഡ് പോയിന്റ് കറക്റ്റായിട്ട് കോപ്പി ചെയ്യാം. Ctrl+C. ഓക്കെ, ഇപ്പോൾ എൻഡ് പോയിന്റ് കറക്റ്റായിട്ട് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റിക്വസ്റ്റ് സേവ് ചെയ്യാൻ വേണ്ടി Ctrl+S ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതുകൊണ്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. 200 ഓക്കെ എന്നുള്ളത് വന്നു. അതുപോലെ റെസ്പോൺസും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് പാച്ച് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API റിക്വസ്റ്റ് എങ്ങനെ സെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ അപ്ഡേറ്റ് യൂസർ എന്നുള്ള അതേ റിക്വസ്റ്റ് തന്നെ ക്ലോൺ ചെയ്യുന്നു. അതിനുശേഷം റിക്വസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യുന്നു, പാർഷ്യൽ അപ്ഡേറ്റ് യൂസർ. അതിനുശേഷം ക്ലോൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഈ റിക്വസ്റ്റ് സെലക്ട് ചെയ്യുന്നു, പുട്ട് മാറ്റി പാച്ച് ആക്കുന്നു. അതുപോലെ
എൻഡ് പോയിന്റും ബോഡിയും കൂടെ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബോഡി ടാബിൽ ഡോക്യുമെന്റേഷനിൽ കൊടുത്തിരിക്കുന്ന അതേ ഡീറ്റെയിൽസ് തന്നെ നമുക്ക് ആഡ് ചെയ്യാം. ഇതാണ് പാച്ച് റിക്വസ്റ്റിന്റെ ഡോക്യുമെന്റേഷൻ. അതിൽ ക്ലിക്ക് ചെയ്യുക. പേലോഡ് സെയിം തന്നെയാണ്, എൻഡ് പോയിന്റും സെയിം തന്നെയാണ്. 200 സ്റ്റാറ്റസ് കോഡും അതുപോലെ ഈ റെസ്പോൺസും വരുന്നുണ്ടോ നമുക്ക് നോക്കാം. ചേഞ്ച് ചെയ്യേണ്ടത് HTTP മെത്തേഡ് മാത്രമാണ്, അത് പാച്ചാക്കി മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്യാൻ വേണ്ടി കൺട്രോൾ ഷോർട്ട് കട്ട് യൂസ് ചെയ്യാം. ഡീറ്റെയിൽസ് സേവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെൻഡ് ചെയ്ത് നോക്കാം. സെൻഡ് ചെയ്യുമ്പോൾ 200 സ്റ്റാറ്റസ് കോഡ് കിട്ടണം. അത് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നമുക്ക് നോക്കാം. സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. 200 ഓക്കെ എന്നുള്ളത് വന്നു. നമ്മൾ പ്രതീക്ഷിച്ച അതേ റെസ്പോൺസ് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഡിലീറ്റ് HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API റിക്വസ്റ്റ് എങ്ങനെ സെൻഡ് ചെയ്യും എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ഗെറ്റ് യൂസർ എന്നുള്ള API ക്ലോൺ ചെയ്യുന്നു. അതിനുശേഷം റിക്വസ്റ്റ് നെയിം ചേഞ്ച് ചെയ്യുന്നു, ഡിലീറ്റ് യൂസർ എന്നാക്കുന്നു. അതിനുശേഷം ക്ലോൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഡിലീറ്റ് യൂസർ എന്ന റിക്വസ്റ്റ് സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇനി നമുക്ക് നോക്കാനുള്ളത് API ഡോക്യുമെന്റേഷൻ ആണ്. ഇതാണ് നമ്മൾ സെൻഡ് ചെയ്യേണ്ട APIയുടെ എൻഡ് പോയിന്റ്. എൻഡ് പോയിന്റ് പുതിയ ടാബ് ഞാൻ ഓപ്പൺ ചെയ്യുന്നു. ആ എൻഡ് പോയിന്റ് കോപ്പി ചെയ്ത ശേഷം ബ്രൂണോയിൽ പേസ്റ്റ് ചെയ്യുന്നു. ഗെറ്റ് എന്നുള്ള HTTP മെത്തേഡ് മാറ്റി ഡിലീറ്റ് ആക്കണം. ഇനി നമുക്ക് റിക്വസ്റ്റിന്റെ ഡീറ്റെയിൽസ് സേവ് ചെയ്യാം. കൺട്രോൾ S കൊടുക്കുക. ഇനി സെൻഡ് ചെയ്യുമ്പോൾ വരേണ്ടത് 204 എന്ന സ്റ്റാറ്റസ് കോഡാണ്. പേലോഡൊന്നും കാണില്ല, കാരണം ഡിലീറ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. 204 എന്ന സ്റ്റാറ്റസ് കോഡ് കറക്റ്റായിട്ട് വരുന്നുണ്ടോ നോക്കാം. ഞാൻ സെൻഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുവാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ 204 സ്റ്റാറ്റസ് കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബ്രൂണോ യൂസ് ചെയ്ത് ഗെറ്റ്, പുട്ട്, പാച്ച്, ഡിലീറ്റ് എന്നീ HTTP മെത്തേഡ് സപ്പോർട്ട് ചെയ്യുന്ന API റിക്വസ്റ്റുകൾ സെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.